അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. രാഹുൽ ഈശ്വറിനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. അതിജീവിതകൾക്കെതിരെ ഇനി പോസ്റ്റ് ഇടില്ല എന്ന് രാഹുൽ ഈശ്വർ കോടതിയിൽ സമ്മതിച്ചിരുന്നു. ഇട്ട പോസ്റ്റുകളെല്ലാം പിൻവലിച്ചുവെന്നും രാഹുൽ കോടതിയെ അറിയിച്ചു. ജാമ്യം നിഷേധിച്ചതോടെ രാഹുൽ ഈശ്വർ നിരാഹാര സമരവും അവസാനിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡനപരാതി നൽകിയ യുവതിയെ സമൂഹമാധ്യമത്തിൽ അധിക്ഷേപിച്ചുവെന്ന കേസിലാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലായത്. ഒരാഴ്ചയായി രാഹുൽ ജയിലിലാണ്. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ ജാമ്യഹർജി രാഹുൽ ഈശ്വർ പിൻവലിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിന്റെ FIR വീഡിയോയിൽ വായിക്കുക മാത്രമാണ് ചെയ്തതെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. അതിജീവിതയെ മോശപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപമാനിക്കണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നില്ല. അത്തരം വീഡിയോ ഉണ്ടെങ്കിൽ പിൻവലിക്കാൻ രാഹുൽ തയ്യാറാണെന്നും അഭിഭാഷകൻ അറിയിച്ചു. എന്നാൽ സ്ത്രീകൾക്കെതിരായ കേസുകളുടെ FIR എങ്ങനെ പരസ്യരേഖ ആകുമെന്ന് കോടതി ചോദിച്ചു. മോശപ്പെടുത്തുന്ന വീഡിയോ പ്രചരിപ്പിച്ച ശേഷം പിൻവലിക്കുന്നതിൽ കാര്യമുണ്ടോ എന്ന് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറും കോടതിയിൽ ചോദിച്ചു. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടും രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കുകയാണ് പ്രതി ചെയ്തതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കണ്ടെടുത്ത ലാപ്ടോപ്പിന്റെ പാസ്വേഡ് നൽകാൻ പ്രതി കൂട്ടാക്കുന്നില്ല. ഇത് അന്വേഷണത്തെ സാരമായി ബാധിക്കുന്നു. ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് പ്രതി ചെയ്യുന്നതെന്നും രാജ്യത്തെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഈ വാദങ്ങൾ അംഗീകരിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. രാഹുൽ ഈശ്വറിനെ 3 ദിവസം കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. നേരത്തെയും രാഹുലിനെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. പരാതിക്കാരിയെ തിരിച്ചറിയാൻ സാധിക്കും വിധമുള്ള വിവരങ്ങൾ പങ്കുവച്ചതായി ആരോപിച്ച് രാഹുൽ ഈശ്വർ, കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ എന്നിവരടക്കം 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 തിരുവനന്തപുരം.